സംസ്കാരത്തിലൂടെ വേണം ജീവിതം മുന്നേറാൻ. നിത്യജീവിതത്തിൽ 5 തരം യജ്ഞങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഞാൻ അഭിലാഷ് നാരായണൻ, കൊല്ലം. നമ്മൾ യജ്ഞങ്ങളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇന്ന് ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന വലിയ ജ്ഞാനയജ്ഞങ്ങളോ ദ്രവ്യയജ്ഞങ്ങളോ ഭക്തിയജ്ഞങ്ങളോ ആകുന്ന യാഗങ്ങളുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ യജ്ഞങ്ങളെ അനുസന്ധാനം ചെയ്യേണ്ടവനാണ്, പിന്തുടരേണ്ടവരാണ്. ഇവിടെ ഗീതയിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത് പറയാം, അർജുന, യജ്ഞാത്താർ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചര. ഓരോ നിമിഷങ്ങളിലും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും ആ കർമ്മങ്ങൾക്ക് പ്രേരണ നൽകുന്ന നിന്റെ അറിവും നിന്റെ പ്രവൃത്തിയും എല്ലാം തന്നെ യജ്ഞസംസ്കാരത്തോടു കൂടി വേണം. യജ്ഞത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ വേണം ആ കർമ്മങ്ങൾ ചെയ്യാൻ. കാരണം മുക്തസംഘനായി മുക്തസംഘഭാവത്തോടു കൂടി ഭഗവത് പ്രാപ്തിയിലേക്ക് ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്തുവാൻ യജ്ഞഭാവേനയുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ ശീലിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ 5 യജ്ഞങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ എന്ന് പറയും. 5 മഹായജ്ഞങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലെ ഒന്നാമത്തത് ദേവയജ്ഞമാണ്, രണ്ടാമത്തത് പിതൃയജ്ഞമാണ്, മൂന്നാമത്തത് ഋഷിയജ്ഞമാണ്, നാലാമത്തത് മനുഷ്യയജ്ഞമാണ്, അഞ്ചാമത്തത് ഭൂതയജ്ഞമാണ്. ഇവ ഓരോന്നും എന്താണ് എന്നൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, വളരെ ചുരുക്കത്തിൽ നോക്കിയാൽ, ദേവയജ്ഞം എന്ന് പറയുന്നത് ദേവന്മാരെ പൂജിക്കുക, ആ ദേവതത്വങ്ങളെയും ധർമാജ തത്വങ്ങളെയും പിന്തുടരുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഋഷിമാർ നമുക്ക് നൽകുന്ന ജ്ഞാനമാണ്. ജ്ഞാനത്തെ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് പകരുകയുമാണ് ആ ഋഷി യജ്ഞത്തിലൂടെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ അനന്തര അവകാശികളെയും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പിതൃയജ്ഞമാണ്. അത് കഴിഞ്ഞാൽ നാലാമത്തത് മനുഷ്യയജ്ഞമാണ്, മറ്റുള്ള വ്യക്തികളെയും സഹജീവികളെയും ചേർത്ത് പിടിക്കണം. അത് കഴിഞ്ഞാൽ ഭൂതയജ്ഞമാണ്, ഈ പ്രകൃതിയിലുള്ള സർവ്വതിനെയും ഈശ്വരതുല്യമായി കണ്ടുകൊണ്ട് സർവഹിത അർത്ഥം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കലാണ്. അങ്ങനെ ഒരു ജീവിതത്തെ സമഗ്രമായ നിലയിലേക്ക് ഈ സമാജവുമായി സമരസപ്പെടുത്തിക്കൊണ്ട് സർവഭൂതങ്ങളിലും ഈശ്വരോന്മുഖമായ ചിന്തയോടുകൂടി വർത്തിക്കുന്ന ഒരു ബോധതലത്തിലേക്ക് ഈശ്വരനിൽ തുടങ്ങി ഋഷിമാരിലൂടെ പിതൃക്കളിലൂടെ കടന്ന് മനുഷ്യനിലൂടെ കടന്ന് സർവഭൂത ജീവജാലങ്ങളിലേക്കും മനസ്സിനെ വിശാലമാക്കി മാറ്റുന്ന പരമമായ സ്നേഹപ്രവാഹമാണ് ഈ 5 മഹായജ്ഞങ്ങളിലൂടെ ഉണ്ടാകുന്നത്. അതിലൂടെ നമുക്കൊരു ശരിയായ മനുഷ്യനായി തീരാൻ സാധിക്കും. തീർച്ചയായും 5 മഹായജ്ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.